Welcome to Simis Nadan kitchen and you're watching Simis Nadan kitchen with Simi. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപായസമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാൽപായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഉണക്കലരി, പിന്നെ കുങ്കുമപ്പൂവും എടുത്തിട്ടുണ്ട്. അരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പ രീതിയിലാണ് നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് പാൽപ്പായസം ഉണ്ടാക്കുന്നത്. നമുക്ക് ഇന്ധനം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി നമ്മൾ ഉരുളിക്കകത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കും ഇത് പാലൊക്കെ വറ്റി വരാനായിട്ട്. അപ്പോൾ നമുക്കിത് കുക്കറിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഈ അരി കഴുകി ഇത് കുക്കറിലേക്ക് ഇടണേണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണേന്ന്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കണത്. അപ്പോൾ അത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് 1 ലിറ്റർ പാലൊഴിക്കാം. ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാലാണിത്. ഇതിപ്പോൾ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇത് പാലൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ പാലിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഇതിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും. അപ്പോൾ ഈ പാല് ഇതിൻ്റെ അകത്തൊന്ന് കിടന്നിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷമാണ് നമ്മളിത് മൂടി വെക്കണത്. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാലെടുക്കണേന്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാത്രത്തിലേക്ക് 1 പിഞ്ച് കുങ്കുമപ്പൂ കാണുന്നുണ്ടോ, 1 പിഞ്ച്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പാല്, ഇത്രയും പാലെടുത്തിട്ട് ഈ കുങ്കുമപ്പൂവിലേക്ക് ഒഴിക്കണേന്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ചെയ്തേക്കുന്നതാണത്. ഇനി ഈ കുക്കർ അങ്ങ് അടച്ചു വെക്കാം. ഞാൻ വാഷർ ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് കുക്കർ അടയ്ക്കാം. ഇപ്പം ഞാനിവിടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ മുകൾ വശത്ത് ഒരു നോബുണ്ടല്ലോ, ഈ നോബിൽ കൂടെ പ്രഷർ വരും. ഈ പ്രഷർ വരുമ്പോൾ വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വിസിലിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇതിൽ കൂടെ ഇങ്ങനെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിസിലിടണേന്. വിസിലിട്ട് കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എത്രത്തോളം ചെറുതാക്കാവോ അത്രയും ലോ ആയിട്ട് വെക്കുക. അങ്ങനെ നമ്മൾ അരമണിക്കൂർ നേരം അങ്ങനെ സ്റ്റൗവിൽ വെച്ചേക്കണം. ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ അരമണിക്കൂറായി. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആ ഇരിക്കുന്നിടത്ത് തന്നെ വെച്ചേക്കുക. ഇനി ഒരു മണിക്കൂർ വരെ ഇങ്ങനെ കുക്കർ അനക്കാണ്ട് വെച്ചേക്കണം. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്നത് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല പാലൊക്കെ നല്ല വറ്റി നല്ല തിക്കായിട്ടുണ്ട്. പാലിൻ്റെ കളറ് ഒരു ചെറിയ പിങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കളറ് നന്നായിട്ട് കാണാമല്ലോ, ഒരു പിങ്ക് കളറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇത് നമ്മൾ നേരത്തെ കുങ്കുമപ്പൂ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർക്കണേന്. ഇത് ഓപ്ഷനിലാണ്. ഇതിപ്പോൾ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഇത് നല്ല ഫ്ലേവറുണ്ട് ഇതിന്. പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.